എല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് യാത്രയായി. യാത്രയിലുടനീളം ബദ്രിയും അജുവും പഴയതുപോലെ നല്ല സംസാരത്തിലായിരുന്നു. എന്നാൽ മിയ ആകെ മൂഡ് ഓഫായി ഒന്നും മിണ്ടാതിരുന്നു. ബദ്രിയുടെ ശ്രദ്ധ അച്ചുവിൽ നിന്ന് തിരിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു അവൾ. ബദ്രി അച്ചുവിനോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും കാറിൻ്റെ മാറ്റിലൂടെ ഇടയ്ക്കിടെ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് മിയ കാണുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ബദ്രി നാട്ടിൽ തനിച്ചു നിൽക്കുന്നതും അച്ചുവും കൂടെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഇനി എങ്ങാനും അച്ചുവുമായി അവൻ അടുത്തു തുടങ്ങുമോ എന്നതായിരുന്നു കൂടുതലും ഭയം. അങ്ങനെ അവരെല്ലാവരും എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഭവാനി അമ്മ പൂമുഖത്തെ ചൂരൽ കസേരയിൽ തന്നെ വേവലാതിയോടെ ഇരുന്നു. അവരുടെ മനസ്സിൽ ചില പ്രധാന തീരുമാനങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു. ബദ്രിയുടെ ഈ സ്വഭാവത്തിൽ എങ്ങനെ മാറ്റം വരുത്തണം, അവനെ കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിർത്തിയേ പറ്റൂ. അതിനിടയിൽ അച്ചുവിൻ്റെ മനസ്സും അവൻ തിരിച്ചറിയണം എന്നൊക്കെ ആ അമ്മ മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഓമന അങ്ങോട്ട് വന്നത്. ഭവാനി അമ്മയുടെ ഇരിപ്പ് കണ്ടവർ ചോദിച്ചു, എന്താ ഭവാനി അമ്മേ, വലിയൊരു ആലോചനയിലാണല്ലോ? ഏയ് ഒന്നുമില്ല ഓമനെ, കുട്ടികളൊക്കെ തിരികെ പോയപ്പോൾ വീട് വീണ്ടും ഒന്ന് ഉറങ്ങിയതുപോലെ തോന്നി, അതാ. അതെ. അല്ല, അച്ചുവും പോയോ അവരെ കൊണ്ടുവിടാൻ? പോയി. ബദ്രി തിരിച്ചു വരുമ്പോൾ തനിച്ചാകണ്ട എന്ന് കരുതി ഞാൻ തന്നെയാ പറഞ്ഞ അവളെയും കൂടി ഒപ്പം കൂട്ടാൻ. പാവം കൊച്ച്, എനിക്കതിന് നല്ലോണം ഇഷ്ടമായി. നിങ്ങളുടെ ഭാഗ്യമാണ് ഇക്കാലത്ത് ഇതുപോലത്തെ ഒരു കുട്ടിയെ മരുമകളായി കിട്ടാൻ. ഓമനയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഭവാനി അമ്മയുടെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നി. അവർ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഓമന പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ പറഞ്ഞു, അല്ല, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, വരൂ, ഞാൻ എടുത്തു വെക്കാം. ഓമനെ, അച്ചു കഴിച്ചതായിരുന്നോ? ഇല്ല, ആ കൊച്ചിനോട് അവരോടൊപ്പം ഇരുന്നോളാൻ പറഞ്ഞതാ, ഇപ്പൊ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഭവാനി അമ്മ ഒന്ന് മൂളുക മാത്രം ചെയ്തു. എയർപോർട്ടിലെത്തിയവർ ലഗേജുകളൊക്കെ എടുത്ത് അജുവും മിയയും ഉള്ളിലേക്ക് പോകാൻ തയ്യാറെടുത്തു. യാത്രയാകുന്നതിനിടയിൽ അജു സൗകര്യപൂർവ്വം അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് പതിന്റെ സ്വരത്തിൽ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഞാൻ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അജുവിൻ്റെ ആ വാക്കുകൾ കേട്ടതും അച്ചു നാണത്തോടെ തലയാട്ടി പുഞ്ചിരിച്ചു. അവർ തമ്മിലുള്ള ആ സംസാരവും അച്ചുവിൻ്റെ മുഖത്തെ നാണവും ബദ്രി കുറച്ചകലത്തിൽ മാറി നിന്ന് വളരെ ഗൗരവത്തോടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന മിയക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥതയും ദേഷ്യവും തോന്നി. അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന അവസ്ഥയായി. അങ്ങനെ അജുവിനെയും മിയയെയും യാത്രയാക്കി എയർപോർട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. ബദ്രിയും അച്ചുവും നടന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു. ബദ്രി ഡ്രൈവിംഗ് സീറ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. എന്നാൽ അച്ചു വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ കയറണമോ അതോ ബാക്ക് സീറ്റിൽ കയറണമോ എന്നറിയാതെ എന്തു ചെയ്യണമെന്ന മട്ടിൽ അവൾ വണ്ടിയുടെ അരികിൽ ആലോചിച്ച് നിൽക്കുന്നത് ബദ്രി കണ്ടു. അവളുടെ മടിയും അമ്പരപ്പും കണ്ടപ്പോൾ ബദ്രിക്ക് കാര്യം മനസ്സിലായി. അവൻ വേഗം ഫ്രണ്ട് ഡോർ താനെ തുറന്നു കൊടുത്തു. എന്നിട്ട് പതുക്കെ മുഖത്ത് അല്പം ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു, എന്താ അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? കയറുന്നില്ലേ? ബദ്രി വാതിൽ തുറന്ന് നൽകിയതും അച്ചു വേഗത്തിൽ മുൻപിലെ സീറ്റിലേക്ക് കയറിയിരുന്ന് ഡോർ അടച്ചു. അവളുടെ ആ വെപ്രാളവും മുഖഭാവവും കണ്ടപ്പോൾ ബദ്രിയുടെ മനസ്സിൽ അറിയാതെ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. പക്ഷെ അവൻ അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് പോയി. വഴിയിലെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന അച്ചുവിനെ അല്പം അടിച്ചു നിന്ന ശേഷം ബദ്രി പതുക്കെ നോക്കി ചോദിച്ചു, തനിക്ക് വിശക്കുന്നുണ്ടോ? അവനിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അച്ചു പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൾ അത്ഭുതത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ബദ്രി സ്റ്റിയറിംഗിൽ പിടിച്ച് മുന്നിലേക്ക് തന്നെ കണ്ണും നട്ട് അല്പം ഗൗരവത്തോടെ പറഞ്ഞു, തന്നോട് തന്നെയാ ചോദിച്ചത്. അവൻ്റെ ആ പെട്ടെന്നുള്ള ചോദ്യത്തിലും ഗൗരവത്തിലും അച്ചു ഒന്ന് വെപ്രാളപ്പെട്ടു. അവൾ വേഗത്തിൽ പറഞ്ഞു, ഏയ് ഇല്ല. വായടച്ചു പിടിച്ച് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ബദ്രി തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ വെപ്രാളവും പേടിയും ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അത്രയും നേരം ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന തണുപ്പൻ സ്വഭാവം എല്ലാം മാറ്റി ബദ്രി സംസാരിച്ചു തുടങ്ങിയത് അച്ചുവിന് വലിയൊരു അത്ഭുതമായിരുന്നു. വഴിയിലെ കണ്ട ഒരു ബേക്കറിയുടെ അരികിലേക്ക് അവൻ കാർ ഒതുക്കി നിർത്തി. ഒന്നും പറയാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് സമയത്തിന് ശേഷം 2 തണുത്ത ജ്യൂസുമായി അവൻ തിരികെ കാറിലേക്ക് കയറി. ഒരു ജ്യൂസ് അവൻ അച്ചുവിന് നേരെ നീട്ടി. മുൻപൊന്നുമില്ലാത്ത ഒരു കരുതൽ കണ്ടപ്പോൾ അച്ചുവിന് അത് വാങ്ങാൻ ആദ്യം ഒരു മടി തോന്നി. അവൾ വാങ്ങാതെ മടിച്ചു നിൽക്കുന്നത് കണ്ടതും ബദ്രി അവളെ അല്പം ഗൗരവത്തിൽ തന്നെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടപ്പോഴേക്കും പേടിച്ചു പോയ അച്ചു വേഗത്തിൽ ആ ജ്യൂസ് വാങ്ങി കുടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ ആ ഭാവം കണ്ടുകൊണ്ട് പുഞ്ചിരിയോടെ പുറത്തു നിന്ന് തന്നെ അത് കുടിച്ചു തീർത്തു. അവളുടെ കയ്യിൽ ആ ഗ്ലാസും വാങ്ങിച്ച് അവൻ തിരികെ ആ കടയിലേക്ക് തന്നെ പോകുന്നതും നോക്കി ഒരു ചിരിയോടെ ഇരുന്നു. എന്തോ അവളുടെ ഉള്ളിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയപ്പോൾ ആകെ നിശബ്ദമായിരുന്നു. ഭവാനി അമ്മയെ പൂമുഖത്തോ അടുക്കളയിലോ കാണാത്തത് കൊണ്ട് അച്ചു നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു.
അവിടെ കട്ടിൽ കിടക്കുകയായിരുന്ന ഭവാനി അമ്മയെ കണ്ടതും അച്ചു വേവലാതിയോടെ അവരുടെ അരികിൽ ചെന്നിരുന്നു. എന്താ അമ്മ, എന്താ ഈ നേരത്ത് കിടക്കുന്നത്? കുഴപ്പമൊന്നുമില്ല മോളെ, ഓമന ഉണ്ടായിരുന്നു ഇവിടെ. അവൾ ഇപ്പോൾ ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. അവൾ പോയപ്പോൾ വെറുതെ ഒന്ന് കിടന്നതാ. അല്ല, എൻ്റെ കുട്ടി രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അച്ചുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അല്പം നാണിച്ചുകൊണ്ട് പറഞ്ഞു, വരുന്ന വഴിയിൽ എന്നോട് കഴിക്കാ എന്ന് ചോദിച്ചു അമ്മേ. ഞാനാ പറഞ്ഞത് വേണ്ട എന്ന്. യാത്ര ചെയ്യുമ്പോൾ കഴിച്ചാൽ ശരിയാവില്ലല്ലോ. ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. അത് പറയുമ്പോൾ അച്ചുവിൻ്റെ കണ്ണുകളിൽ മാഞ്ഞു പോകാത്ത ചെറിയൊരു സന്തോഷവും തിളക്കവും ഉണ്ടായിരുന്നു. ആ സമയം മുറിയുടെ വാതിലിനടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു ബദ്രി. അവരുടെ സംസാരം അത്രയും അവൻ അത്ഭുതത്തോടെ കേട്ടുനിന്നു. അവൻ ചിന്തിച്ചു, അതിനു മാത്രം സന്തോഷിക്കാൻ ഞാൻ അവൾക്കൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ടും എന്താ അവൾക്ക് ഇത്ര സന്തോഷം? അവൻ അത് ഓർത്തുകൊണ്ട് മുറിയിലേക്ക് പോകാൻ നിന്നതും ഭവാനി അമ്മ അവനെ വിളിച്ചു. മോനെ, ഇടാ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അമ്മയുടെ വിളി കേട്ട് ബദ്രി വാതിൽക്കൽ തന്നെ നിന്നു. എന്താ അമ്മ? അച്ചു ഈ വീട്ടിലേക്ക് വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായില്ലേ? അവളുടെ അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റൽ കാര്യങ്ങളുമായി തിരക്കുകളിലായിരുന്നു. ഇന്നലെയാണ് അവർ വീട്ടിൽ തിരിച്ചെത്തിയത്. ഭവാനി അമ്മ സ്നേഹത്തോടെ അച്ചുവിനെ ഒന്ന് നോക്കി അതിനുശേഷം ബദ്രിയോടായി പറഞ്ഞു, അതുകൊണ്ട് നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് പോയി വരണം. അവൾക്കും അവളുടെ വീട്ടുകാരെ കാണാൻ ആഗ്രഹമുണ്ടാകില്ലേ? എത്ര നാളായി. മക്കളെ കാണാൻ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകില്ലേ കൊതി? അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും അച്ചുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ പോകുന്നത് എന്ന് ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നി. ബദ്രി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭവാനി അമ്മ വീണ്ടും ചോദിച്ചു, എന്താ ബദ്രി ഒന്നും മിണ്ടാത്തത്? നാളെ രാവിലെ തന്നെ രണ്ടുപേരും കൂടി ഇറങ്ങണം, കേട്ടല്ലോ? അമ്മയുടെ ഉറച്ച വാക്ക് കേട്ട് ബദ്രി അച്ചുവിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ശരി അമ്മ, നാളെ പോകാം. ബദ്രി സമ്മതിച്ചു എന്ന് കേട്ടതും അച്ചുവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോഴും ബദ്രിയുടെ മനസ്സിൽ അച്ചുവിൻ്റെ വീടും അവളുടെ അച്ഛനും അമ്മയുമായിരുന്നു. കട്ടിൽ വന്ന് കിടന്നിട്ടും അവൻ്റെ മനസ്സടങ്ങിയില്ല. ഞാൻ അവിടെ ചെന്നാൽ അവളുടെ അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറും? അവരോട് ഞാനൊന്ന് സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് പോലുമില്ലല്ലോ. അപ്പോൾ നാളെ ഞാൻ അവിടെ ചെന്നാൽ എന്ത് ചെയ്യും? എങ്ങനെ സംസാരിക്കും? ശരിക്കും ഞാൻ അവിടെ ചെന്നാൽ ബോറടിക്കുമോ? ആദ്യമായിട്ടാണ് ഇങ്ങനൊരിടത്തേക്ക് തനിച്ചു പോകുന്നത്. മുൻപത്തെ പോലെയല്ല. ഇനി തനിക്ക് അച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ എന്നോർത്തപ്പോൾ അവന് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയും ഭയവും തോന്നി. എന്തൊക്കെ ആലോചിച്ചാലും നാളെ അങ്ങോട്ട് പോകുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അമ്മയോട് ഇല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ബദ്രി മുറിയിലേക്ക് പോയതും ഭവാനി അമ്മ പതുക്കെ അച്ചുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് അമ്മ പതുക്കെ പറഞ്ഞു, മോളെ അച്ചു, എനിക്കറിയാം എൻ്റെ മോളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുകയാണെന്ന്. അവൻ്റെ ഈ സ്വഭാവം കണ്ട് നീ അനുഭവിക്കുന്ന ഈ വിഷമം അമ്മ കാണുന്നുണ്ട്. അച്ചു ഒന്നും മിണ്ടാതെ അമ്മയെ നോക്കി. ഭവാനി അമ്മ ഒരു ദീർഘശ്വാസത്തോടെ തുടർന്നു, അവൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഇതുവരെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല മോളെ. അവനെ ഒന്നും അറിയിച്ചിട്ടില്ല. അവൻ്റെ അച്ഛൻ പോയതിൽ പിന്നെ ഞാൻ ആകെ തളർന്നു പോയിരുന്നു. അന്ന് എനിക്ക് ഏക താങ്ങായി ഉണ്ടായിരുന്നത് എൻ്റെ വേണു മാത്രമായിരുന്നു. അന്ന് അവൻ കൊച്ചുകുട്ടിയല്ലേ എന്നോർത്ത് അന്നും ഞാൻ ഇവനെ ഒന്നും അറിയിച്ച് വിഷമിപ്പിച്ചിട്ടില്ല. ലണ്ടനിൽ പോയി പഠിക്കണം, അവിടെ തന്നെ ജോലി ചെയ്യണം എന്നതൊക്കെ ഇവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിനും ഞാൻ എതിര് നിന്നില്ല. എനിക്കുറപ്പായിരുന്നു എൻ്റെ മകൻ ഇവിടുത്തെ ജീവിതം മറക്കില്ലെന്ന്. പക്ഷേ എൻ്റെ ചിന്തകളൊക്കെ തെറ്റിമോളെ. അവനെല്ലാം പാടെ മറന്നിരിക്കുന്നു. അവൻ കാരണം ഇനി നീ വിഷമിക്കാൻ പാടില്ല. അവനുള്ളിൽ സ്നേഹമുള്ളവനാ മോളെ. എനിക്കുറപ്പുണ്ട് എൻ്റെ മോൾക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന്. ഭവാനി അമ്മ അച്ചുവിൻ്റെ കണ്ണുനീർ പതുക്കി തുടച്ചു കൊടുത്തു. കുട്ടി വിഷമിക്കേണ്ട കേട്ടോ. നിന്റെ കൂടെ ഈ അമ്മ എന്നും ഉണ്ടാകും. അവൻ്റെ മനസ്സ് മാറും. നമുക്ക് മാറ്റണം. അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ചുവിന് നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നി. താൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും ഒറ്റപ്പെടലും എങ്ങനെ അമ്മയോട് തുറന്നു പറയുമെന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ തന്നെ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അവൾ അറിയുന്നത്. തൻ്റെ വേദന തിരിച്ചറിയാൻ ഇവിടെ ഒരാളുണ്ടല്ലോ എന്നോർത്ത് അച്ചുവിൻ്റെ മനസ്സിലേക്ക് വലിയൊരു ആശ്വാസവും തണലുമാണ് നൽകിയത്. ബദ്രി മുറിയിൽ പോയി വസ്ത്രമെല്ലാം മാറി താഴേക്കിറങ്ങി വന്നപ്പോൾ കാണുന്നത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മുറിയിൽ നല്ല ചിരിയും വർത്താനവുമായി ഭവാനി അമ്മയും അച്ചുവും കട്ടിൽ കിടക്കുന്നു. അമ്മയോട് ചേർന്ന് കിടന്ന് നിഷ്കളങ്കമായി ചിരിക്കുന്ന അച്ചുവിനെയും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുന്ന ഭവാനി അമ്മയും അവൻ കുറച്ചു നേരം നോക്കി നിന്നു. ആ കാഴ്ച അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ശാന്തത നൽകി. അവൻ പതുക്കെ അവരിലേക്ക് അടുത്തതും അത്രയും നേരം കേട്ടിരുന്ന ആ ചിരികളെല്ലാം പെട്ടെന്ന് നിലച്ചു. രണ്ടുപേരും പെട്ടെന്ന് ശാന്തരായി ബദ്രിയെ നോക്കി. അമ്മ, എനിക്കൊരു കോഫി വേണം. ഭവാനിയമ്മ ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ഇനി ഇതൊക്കെ ഇവളോട് പറയണം കേട്ടോ. അച്ചു,
ഇവനൊരു നല്ല കോഫി ഉണ്ടാക്കി കൊടുത്തേ. ഭവാനി അമ്മ അങ്ങനെ പറഞ്ഞതും അച്ചു കണ്ണുകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാണിച്ചു. അവൾ ഇട്ടുകൊടുത്താൽ ബദ്രി കുടിക്കില്ലെന്നായിരുന്നു. ഭവാനി അമ്മ ബദ്രിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. നീ കൊണ്ടുവായോ? അവനൊരു കുസൃതി കൊഞ്ചലോടെ പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയുടെ കോഫി മതി. അടുക്കളയിലേക്ക് പോകാൻ നിന്ന അച്ചു അത് കേട്ടതും പെട്ടെന്ന് നടപ്പ് നിർത്തി അമ്മയെ ഒന്ന് നോക്കി. അമ്മ വീണ്ടും ചിരിയോടെ പറഞ്ഞു. നീ ചെല്ലച്ചു, നീ ഇട്ടുകൊടുത്തത് ഇവൻ കുടിക്കില്ലേ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഭവാനി അമ്മ അങ്ങനെ പറഞ്ഞതും ബദ്രിക്ക് വേറെ ഒന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ പതുക്കെ അമ്മയുടെ അരികിലേക്ക് തന്നെ ചേർന്നിരുന്നു. അച്ചു അടുക്കളയിൽ പോയി നല്ല ചൂടുള്ള കോഫി ഉണ്ടാക്കി ഒരു കപ്പിലേക്ക് പകർന്ന് തിരികെ മുറിയിലേക്ക് വന്നു. അമ്മയോട് ചേർന്നിരിക്കുന്ന ബദ്രിയുടെ നേരെ അവൾ പതിയെ ആ കപ്പ് നീട്ടി. ബദ്രി ആ കപ്പിലേക്കൊന്ന് നോക്കിയ ശേഷം പതുക്കെ അത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. ആദ്യമായിട്ടാണ് താൻ ഉണ്ടാക്കിയ ഒരു ചായയോ കോഫിയോ ബദ്രി കുടിക്കുന്നത്. അവൻ അത് ഓരോ തുള്ളികളായി കുടിക്കുമ്പോൾ അതിൻ്റെ രുചി അവന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയോടെ അച്ചു കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. കപ്പ് ചുണ്ടോടടുപ്പിച്ച് ഒരു തുള്ളി കുടിച്ച ശേഷം തൻ്റെ മേൽ തറഞ്ഞു നിൽക്കുന്ന അച്ചുവിൻ്റെ ആ നോട്ടം ബദ്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കണ്ണുകളിലെ ആകാംക്ഷയും പ്രതീക്ഷയും കണ്ടതും അവൻ എന്തോ വല്ലാത്തൊരു ജാള്യത തോന്നി. ഉള്ളിൽ തട്ടിയ രുചി പുറത്ത് കാണിക്കാൻ അവൻ്റെ ഗൗരവം അവനെ അനുവദിച്ചില്ല. പെട്ടെന്ന് അവൻ ആ കപ്പും പിടിച്ച് അച്ചുവിൻ്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്നോവണ്ണം വേഗത്തിൽ ഉമ്മറത്തേക്ക് നടന്നു. അന്ന് രാത്രി അച്ചുവിൻ്റെ മനസ്സ് അത്രയധികം സന്തോഷത്തിലായിരുന്നു. താൻ അനുഭവിക്കുന്ന വിഷമമെല്ലാം മനസ്സിലാക്കി ഭവാനിയമ്മ കൂടെ ഉണ്ടല്ലോ എന്ന് വലിയൊരു ആശ്വാസവും, അതിലുപരി തൻ്റെ വീട്ടിലേക്ക് തന്നോടൊപ്പം നാളെ ബദ്രിയും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ പുഞ്ചിരിയോടെ കിടന്നു. എന്നാൽ അപ്പുറത്ത് ബദ്രിയുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളത്തെ ദിനത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ അവൻ പുറത്തേക്ക് നോക്കി അസ്വസ്ഥതയോടെ കിടന്നു.